ഹലോ ഗൈസ്, ഇന്ന് നോക്കാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിനെ കുറിച്ചാണ്. തങ്ങളുടെ ടൗണിൽ നടക്കുന്ന അസ്വാഭാവിക സംഭവങ്ങളും അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും കഥയാണ് ഈ സീരീസ് പറയുന്നത്. കഥ തുടങ്ങുന്നത് 1983 നവംബർ 6 തീയതി ഇന്ത്യാനയിലെ ഹോക്കിൻസ് ടൗണിലുള്ള ഒരു നാഷണൽ ലബോറട്ടറി കാണിച്ചുകൊണ്ടാണ്. പാതിരാത്രിയിൽ ലബോറട്ടറിയിലെ ലൈറ്റുകൾ മിന്നിക്കത്തുമ്പോൾ കതക് തുറന്ന് ഒരു സയന്റിസ്റ്റ് ജീവനും കൊണ്ട് വെളിയിലേക്ക് ഓടുന്നു. എന്തോ കണ്ട് പേടിച്ച് ലബോറട്ടറിയിലെ ഹാൾവേയിലൂടെ സയന്റിസ്റ്റ് ഓടുമ്പോൾ ലബോറട്ടറിയിലെ എമർജൻസി അലാം അടിക്കുന്നു. എത്രയും പെട്ടെന്ന് ലബോറട്ടറിക്ക് വെളിയിൽ കടക്കാനായി സയന്റിസ്റ്റ് ഓടി അടുത്തുള്ള ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരുന്നു. വെപ്രാളം കൊണ്ട് 2-3 തവണ ലിഫ്റ്റിന്റെ ബട്ടണിൽ പിടിച്ച് അമർത്തുന്ന സയന്റിസ്റ്റ് പതിയെ പൊങ്ങി വരുന്ന ലിഫ്റ്റിൽ വേഗം കയറുകയും മുകളിലേക്ക് പോകാനായി വീണ്ടും ബട്ടൺ അമർത്തുകയും ചെയ്യുന്നു. ലിഫ്റ്റ് പൊങ്ങാനായി കാത്തിരിക്കുന്ന സയന്റിസ്റ്റ് വന്ന വഴി പേടിയോടെ നോക്കുന്നു. തന്റെ പിന്നാലെ ആരും വരുന്നില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്റെ തലയ്ക്ക് മുകളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്ന സയന്റിസ്റ്റ് പതിയെ മുകളിലേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാത ജീവി അയാളെ പിടിക്കുന്നു. ഇതേ സമയം ടൗണിന്റെ മറ്റൊരു ഭാഗത്ത് കൂട്ടുകാരായ ഡസ്റ്റിൻ, ലൂക്കസ്, വിൽ എന്നിവർ മൈക്കിന്റെ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുന്നു. 4 പേരും ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന ഗെയിം കളിക്കുമ്പോൾ മൈക്ക് 3 പേരെയും എതിരിടാനായി ഡെമോഗോർഗൻ എന്ന ജീവിയെ കളത്തിലിറക്കുന്നു. ഇതോടെ ലൂക്കസും ഡസ്റ്റിനും വില്ലിനോട് ഡെമോഗോർഗനെ ആക്രമിക്കാൻ പറയുന്നു. ആവേശത്തിൽ വിൽ ഡൈസ് എറിയുമ്പോൾ അത് തെറിച്ചു പോകുന്നു. ഏത് നമ്പറാണ് വീണതെന്ന് അറിയാനായി എല്ലാവരും ഡൈസ് തപ്പുമ്പോൾ മൈക്കിന്റെ അമ്മ കാരൻ അവിടേക്ക് വരുന്നു. സമയം രാത്രിയായെന്നും കൂട്ടുകാരെ വേഗം വീട്ടിൽ പറഞ്ഞു വിടാനും കാരൻ മൈക്കിനോട് പറയുന്നു. കുറച്ചു നേരം കൂടി കളിക്കാൻ മൈക്ക് അനുവാദം ചോദിച്ചെങ്കിലും കാരൻ സമ്മതിക്കുന്നില്ല. തൊട്ടടുത്ത് നിന്ന് TV ശരിയാക്കുന്ന അച്ഛനെ കൂടി സോപ്പിടാൻ മൈക്ക് നോക്കിയെങ്കിലും നടക്കാതെ വരുന്നു. ഇതേ സമയം വീട്ടിലേക്ക് പോകാനായി എല്ലാവരും ഇറങ്ങുമ്പോൾ മിച്ചം വന്ന പിസ്സ ഡസ്റ്റിൻ മൈക്കിന്റെ ചേച്ചിയായ നാൻസിക്ക് കൊടുക്കാൻ പോകുന്നു. റൂമിൽ കിടന്ന് ആരെയോ ഫോൺ വിളിച്ചിരിക്കുന്ന നാൻസിയോട് ഡസ്റ്റിൻ പിസ്സ വേണമെന്ന് ചോദിക്കുന്നു. ശല്യപ്പെടുത്താതെ പോടാ എന്ന മട്ടിൽ നാൻസി റൂമിന്റെ ഡോർ അടയ്ക്കുന്നു. ആ വായി നോക്കി സ്റ്റീവിനെ പ്രേമിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നിന്റെ ചേച്ചിക്കും അവന്റെ അതേ സ്വഭാവമാണെന്ന് ഡസ്റ്റിൻ മൈക്കിനോട് പറയുമ്പോൾ ലൂക്കസും വില്ലും ശരിവെക്കുന്നു. ശേഷം ഡസ്റ്റിനും ലൂക്കസും സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഞാനിട്ട ഡൈസിൽ 7 വീണതെന്നും അതുകൊണ്ട് നീയാണ് കളി ജയിച്ചതെന്നും വിൽ മൈക്കിനോട് പറയുകയും അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. വിൽ പോയ പുറകെ മൈക്കിന്റെ വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് മിന്നിക്കത്തുന്നു. ഇതോടെ മൈക്ക് ലൈറ്റ് ഓഫാക്കി പോകുന്നു. രാത്രിയിൽ 3 പേരും സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ലൂക്കസ് അവന്റെ വീട്ടിലേക്ക് യാത്ര പറഞ്ഞു പോകുന്നു. തൊട്ടു പുറകെ ഡസ്റ്റിൻ വില്ലിനോട് തന്റെ വീട് വരെ ഒരു റേസ് വെക്കാമെന്നും തോൽക്കുന്നവന്റെ കോമിക് ബുക്ക് ജയിക്കുന്നവനുള്ളതാണെന്നും പന്തയം വെക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം ഡസ്റ്റിനെയും വെട്ടിച്ചുകൊണ്ട് പറക്കുന്ന വിൽ നിന്റെ എക്സ്മെന്റെ ബുക്ക് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. പിന്നീട് ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി പോകുന്ന വിൽ ആദ്യം കണ്ട ലബോറട്ടറിയുടെ സമീപത്തു കൂടി പോകുന്നു. സൈക്കിളൊക്കെ ചവിട്ടി പതിയെ വിൽ പോകുമ്പോൾ സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് മിന്നിക്കത്തുന്നു. ഇതെന്താ സംഭവമെന്ന് വിൽ നോക്കുമ്പോൾ പെട്ടെന്ന് റോഡിന് നടുവെ ഒരു അജ്ഞാത രൂപം നിൽക്കുന്നത് കണ്ട് ഞെട്ടുകയും വണ്ടി അടുത്തുള്ള കാട്ടിലേക്ക് മറിക്കുകയും ചെയ്യുന്നു. നിലത്തു നിന്ന് എഴുന്നേൽക്കുന്ന വിൽ എന്തോ ഒരു മുരൾച്ച റോഡിൽ നിന്ന് കേൾക്കുന്നതോടെ ജീവനും കൊണ്ട് ഓടുന്നു. കാട്ടിലൂടെ ഓടി നേരെ വീട്ടിലേക്ക് വരുന്ന വിൽ അവന്റെ അമ്മയെയും ചേട്ടനെയും നോക്കുന്നു. വീട്ടിൽ ആരുമില്ലെന്ന് വില്ലിന് മനസ്സിലാകുന്നു. ശേഷം വേഗം ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ പുറത്തെ പുകമറയത്ത് നേരത്തെ കണ്ട രൂപം നടന്നു വരുന്നത് കാണുന്നു. ആകെ പേടിച്ചു പോകുന്ന വിൽ ലാൻഡ് ഫോൺ എടുത്ത് ആരെയോ കറക്കി വിളിക്കാൻ നോക്കിയെങ്കിലും ഫോണിന്റെ സിഗ്നൽ പോകുകയും മറിച്ച് ഫോണിലൂടെ മറ്റേ ജീവിയുടെ മുരൾച്ച വീണ്ടും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ അജ്ഞാത രൂപം ഡോറിന്റെ അടുത്തേക്ക് വരുന്നു. കുറ്റിയിട്ടിരിക്കുന്ന കതക് തനിയെ തുറക്കുന്നത് കാണുന്നതോടെ വിൽ ജീവനും കൊണ്ട് ഓടുന്നു. ഓടി അടുത്തുള്ള ഷെഡിലേക്ക് കയറുന്ന വിൽ അവിടെ വെച്ചേക്കുന്ന തോക്കെടുത്ത് അതിൽ ബുള്ളറ്റ് നിറയ്ക്കുന്നു. ശേഷം കതകിന് നേരെ ചൂണ്ടിപ്പിടിക്കുന്നു. പേടിച്ച് വിറച്ചു നിൽക്കുന്ന വില്ലിന് പുറകിൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. വിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനെയോ കണ്ട് പേടിച്ച് വിറയ്ക്കുകയും ഷെഡിലെ ലൈറ്റ് വലിയ വെളിച്ചത്തിൽ കത്തുകയും ചെയ്യുന്നു. പിന്നീട് ലൈറ്റ് പഴയ സ്ഥിതിയിലേക്ക് വരുമ്പോൾ അത്രയും നേരം അവിടെ നിന്ന് വില്ലിനെ കാണാതെ വരുന്നു. പിറ്റേ ദിവസം മറ്റൊരിടത്ത് പോലീസ് ചീഫായ ജിം ഹോപ്പറിന്റെ വീട് കാണിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഹോക്കിൻസിൽ അസ്വാഭാവിക കരണ്ട് കട്ടായിരുന്നുവെന്ന് വാർത്തയിൽ പറയുമ്പോൾ നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് ജിം ഹോപ്പർ എഴുന്നേൽക്കുന്നു. രാവിലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോലീസ് യൂണിഫോം ഇടുന്ന ജിം പതിവ് പോലെ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഇതേ സമയം വില്ലിന്റെ വീട്ടിൽ ചേട്ടനായ ജൊനാഥൻ രാവിലത്തെ ആഹാരം ഉണ്ടാക്കുമ്പോൾ അമ്മയായ ജോയ്സ് ജോലിക്ക് പോകാൻ ഇറങ്ങുന്നു.
വില്ലിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ജോയ്സ് ചോദിക്കുമ്പോൾ അവൻ ഇതുവരെ എഴുന്നേറ്റ് കാണില്ലെന്ന് ജൊനാഥൻ പറയുന്നു. അവന് സ്കൂളിൽ പോവാനുള്ളതല്ലേ എന്നും ഇതൊക്കെ നീ വേണ്ട ശ്രദ്ധിക്കാനെന്നും പറയുന്ന ജോയ്സ് വില്ലിനെ എഴുന്നേൽപ്പിക്കാനായി റൂമിലേക്ക് പോകുന്നു. വില്ലിന്റെ റൂമിൽ ഒരു ഈച്ച പോലും ഇല്ലെന്ന് കാണുന്ന ജോയ്സ് അവൻ ഇന്നലെ വീട്ടിൽ വന്നായിരുന്നോ എന്ന് ജൊനാഥനോട് ചോദിക്കുന്നു. എനിക്കറിയില്ലെന്ന് ജൊനാഥൻ പറയുകയും ഇന്നലെ ഞാൻ വരാൻ താമസിച്ചെന്നും പറയുന്നു. ഇത് കേട്ട് ചൂടാകുന്ന ജോയ്സ് ഞാൻ ഷിഫ്റ്റിന് പോകുമ്പോൾ നീ ഇവിടെ ഉണ്ടാകണമെന്ന് അറിയില്ലേ എന്ന് പറയുന്നു. അമ്മയെ സമാധാനിപ്പിക്കുന്ന ജൊനാഥൻ വിൽ മിക്കവാറും മൈക്കിന്റെ വീട്ടിൽ കിടന്നായിരിക്കുമെന്ന് പറയുന്നു. ഫോൺ എടുത്ത ജോയ്സ് മൈക്കിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. മൈക്കിന്റെ അമ്മ കാരനോട് വിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്ന കാരൻ ഇന്നലെ രാത്രിയിൽ തന്നെ അവർ പോയെന്ന് പറയുന്നു. എന്തുപറ്റി വില്ല് ഇതുവരെ വീട്ടിൽ വന്നില്ലേ എന്ന് കാരൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവൻ നേരത്തെ സ്കൂളിൽ പോയി കാണുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന ജോയ്സ് ജൊനാഥനെ നോക്കുന്നു. പിന്നീട് ഹോക്കിൻസ് മിഡിൽ സ്കൂളിലേക്ക് ഡസ്റ്റിനും ലൂക്കസും മൈക്കും സൈക്കിൾ ചവിട്ടി വരുന്നു. ഇത്രയും നേരമായിട്ടും വില്ലിനെ കാണാത്തത് കൊണ്ട് സംശയിക്കുന്ന മൈക്കിനോട് മിക്കവാറും അവൻ നേരത്തെ ക്ലാസ്സിൽ വന്നു കാണുമെന്ന് ലൂക്കസ് പറയുന്നു. അപ്പോഴേക്കും സ്കൂളിലെ മെയിൻ ബുള്ളീസിന് മുന്നിൽ ചെന്നുവിടുന്നു. സ്ഥിരം കലാപരിപാടി പോലെ 3 പേരെയും ബുള്ളീസ് റാഗ് ചെയ്യുന്നു. അതേസമയം ഹോക്കിൻസ് ഹൈസ്കൂളിലേക്ക് നാൻസി വരുന്നു. നാൻസിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ബാർബ് ഹോളണ്ട് അവൾക്കരികിലേക്ക് വരുന്നു. നീയും സ്റ്റീവ് ഹാരിങ്ടണും തമ്മിൽ ശരിക്കും ഡേറ്റിംഗിലാണോ എന്ന് ബാർബര ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് നാൻസി പറയുന്നു. അപ്പോഴേക്കും അവൾക്ക് ലോക്കറിൽ നിന്ന് സ്റ്റീവിന്റെ ഒരു നോട്ട് കിട്ടുകയും അതിൽ ബാത്റൂമിലേക്ക് വരാൻ എഴുതിയിരിക്കുന്നത് ബാർബര കാണുകയും ചെയ്യുന്നു. ഇതോടെ നാൻസിയുടെ കള്ളി വെളിച്ചത്താകുന്നു. ഇതേസമയം പോലീസ് ഓഫീസിലേക്ക് താമസിച്ചു വരുന്ന ജിം ഹോപ്പർ തന്റെ റൂമിലേക്ക് കയറുമ്പോൾ പരാതി കൊടുക്കാനായി ഇരിക്കുന്ന ജോയ്സിനെ കാണുന്നു. ജിമ്മിനെ നോക്കി മണിക്കൂർ ഒന്നായി ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുന്ന ജോയ്സിനെ ഹോപ്പർ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അവൻ കൊച്ചുകുട്ടിയല്ലേ എന്നും അവൻ എവിടെയെങ്കിലും കളിക്കാനോ മറ്റോ പോയതായിരിക്കുമെന്നും പറയുമ്പോൾ എന്റെ വിൽ അങ്ങനെയൊരു കൊച്ചല്ലെന്നും അവൻ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്നും ജോയ്സ് പറയുന്നു. ഭർത്താവ് ലോണിയുമായി അവസാനം എപ്പോഴാണ് സംസാരിച്ചതെന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ വില്ലിനെ കാണാതായതുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ജോയ്സ് പറയുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ 99% കാരണക്കാർ ബന്ധുക്കളാണെന്ന് ഹോപ്പർ പറയുന്നു. അങ്ങനെയൊന്നുമല്ലെന്ന് പറയുന്ന ജോയ്സ് ഇത് വേറെ എന്തോ പറ്റിയതാണെന്ന് പറയുമ്പോൾ ഇത് ഹോക്കിൻസ് ആണെന്നും ഇവിടെ ഞാൻ ചാർജ് എടുത്തതിൽ പിന്നെ സംഭവിച്ച ഏറ്റവും വലിയ അപകടം ഏതോ ഒരുത്തൻ തലക്കെട്ട് മൂങ്ങ കുത്തിയതാണെന്ന് ഹോപ്പർ പറയുന്നു. എന്നാൽ ഞാൻ തന്നെ ലോണിയെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുന്ന ജോയ്സ് എന്റെ മോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഹോപ്പറിനോട് അപേക്ഷിക്കുന്നു. ശേഷം ഹോക്കിൻസ് നാഷണൽ ലബോറട്ടറിയിലേക്ക് കുറച്ച് സ്യൂട്ട് ധരിച്ചവർ വരികയും ഡോക്ടർ മാർട്ടിൻ ബ്രണ്ണർ എന്ന സയന്റിസ്റ്റ് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. ലബോറട്ടറിയുടെ ഈസ്റ്റ് വിംഗ് മുഴുവൻ ഒഴിപ്പിച്ചു കഴിഞ്ഞെന്നും കൂടാതെ ആ ഏരിയ മുഴുവൻ ക്വാറന്റൈൻ സോൺ ആക്കിയെന്നും പറയുന്ന ബ്രണ്ണർ സോണിനുള്ളിലേക്ക് കയറുന്നു. ശേഷം സുരക്ഷയ്ക്ക് വേണ്ടി സ്യൂട്ടും ഹെൽമറ്റും ഒക്കെ ഇടുന്ന ബ്രണ്ണറും സംഘവും കയ്യിൽ തോക്കുകൂടി കരുതുന്നു. പിന്നീട് ലിഫ്റ്റിൽ കയറി താഴത്തെ നിലയിലേക്ക് പോകുന്നു. താഴത്തെ നിലയിലേക്ക് എത്തുന്നതോടെ അന്തരീക്ഷത്തിന്റെ ശൈലി തന്നെ മാറുന്നു. വിട്ടുവിട്ടുള്ള വൈദ്യുതി കാരണം മിന്നിമിന്നി കത്തുന്ന ലൈറ്റുകളും അന്തരീക്ഷത്തിലൂടെ നിറയെ വെളുത്ത കണികകൾ പാറി നടക്കുകയും ചെയ്യുന്നു. പോകുന്ന വഴി ഭിത്തിയിൽ എന്തൊക്കെയോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് സംഘം ശ്രദ്ധിക്കുന്നു. പിന്നീട് അവർ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ ഭിത്തിയിൽ ഒരു വലിയ ഗേറ്റ് പോലത്തെ വിള്ളല് കാണുകയും അതിനുള്ളിൽ നിന്നും എന്തൊക്കെയോ വേര് പോലെ വെളിയിലേക്ക് പടർന്നിരിക്കുന്നതും അതിനുള്ളിൽ ജീവൻ തുടിക്കുന്നതും കാണുന്നു. ഇതിനുള്ളിൽ നിന്നാണോ അത് വന്നതെന്ന് കൂടെയുള്ളയാൾ ചോദിക്കുമ്പോൾ അതെ എന്ന് ബ്രണ്ണർ മറുപടി പറയുമ്പോൾ അപ്പോൾ ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. അവൾ അധിക ദൂരം പോയി കാണില്ലെന്ന് ഡോക്ടർ ബ്രണ്ണർ പറയുമ്പോൾ ഗേറ്റിനുള്ളിൽ നിന്ന് ഏതോ ജീവിയുടെ മുരൾച്ച കേൾക്കുന്നു. ശേഷം മറ്റൊരിടത്ത് കാട്ടിലൂടെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. കീറി പറഞ്ഞ ഒരു ആശുപത്രി ഗൗണും പറ്റ വെട്ടിയ മുടിയുമായി നിൽക്കുന്ന പെൺകുട്ടി ഒരു റെസ്റ്റോറന്റിന് സമീപം എത്തുന്നു. റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനായ ബെന്നി അകത്തേക്ക് പോയ തക്കം നോക്കി പെൺകുട്ടി അടുക്കളയിലേക്ക് കയറുന്നു. ശേഷം അവിടെയുള്ള ആഹാരം മോഷ്ടിച്ചു കഴിക്കുന്നു. ആഹാരം മോഷ്ടിച്ചു കഴിക്കുന്നത് ബെന്നി കാണുമ്പോൾ പെൺകുട്ടി ഓടിപ്പോകാൻ നോക്കുന്നു. പുറകെ പോയി പിടിക്കുന്ന ബെന്നി അവളെ ഒരു ചെറുക്കനായിട്ട് തെറ്റിദ്ധരിക്കുകയും മുഖത്തെ പാടുകൾ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയം മിഡിൽ സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം ടീച്ചറായ സ്കോട്ട് മൈക്കിനെയും ഡസ്റ്റിനെയും ലൂക്കസിനെയും അവരുടെ AV ക്ലബിന് കിട്ടിയ റേഡിയോ കാണിക്കുന്നു. ഈ റേഡിയോ കൊണ്ട് ന്യൂയോർക്കിൽ ഉള്ളവരോട് പോലും സംസാരിക്കാമെന്ന് ലൂക്കസ് പറയുമ്പോൾ അതുക്കും മേലെ എന്ന് ടീച്ചർ പറയുകയും ഇതുകൊണ്ട് ഓസ്ട്രേലിയ വരെ എത്തുമെന്നും പറയുന്നു. റേഡിയോയിലൂടെ വെറുതെ ഡെമോ നോക്കുമ്പോൾ ജിം ഹോപ്പറും പ്രിൻസിപ്പളും കൂടെ അവിടേക്ക് വരികയും 3 പേരോടും കൂടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നും പറയുന്നു.
വിൽ പോയേക്കാവുന്ന വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്ന ഹോപ്പറിനോട് ഞങ്ങളും സഹായിക്കാൻ വരാമെന്ന് മൂവരും പറഞ്ഞെങ്കിലും ഹോപ്പർ സമ്മതിക്കുന്നില്ല. സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിൽ പൊക്കോണമെന്ന് താക്കീതും കൊടുക്കുന്നു. ശേഷം ഫ്ലാഷ് ബാക്കിൽ ജോയ്സ് വില്ലിന്റെ കാട്ടിലെ കൂടാരത്തിനുള്ളിൽ കയറുകയും വില്ലുമൊത്ത് സമയം ചെലവഴിക്കുന്നതും കാണിക്കുന്നു. പിന്നീട് വില്ലിനെ തിരഞ്ഞ് ജോയ്സും ജൊനാഥനും ഇതേ സ്ഥലത്ത് എത്തുന്നു. എന്നിട്ട് പരിസരം മുഴുവൻ തപ്പി നടക്കുന്നു. ഇതേ സമയം റെസ്റ്റോറൻറ്റിൽ ബെന്നി പെൺകുട്ടിക്ക് വേണ്ടി ആഹാരമുണ്ടാക്കുന്നു. ബെന്നി കൊടുത്ത ഭക്ഷണം പെൺകുട്ടി ആർത്തിയോടെ കഴിക്കുന്നത് കാണുമ്പോൾ വീട്ടുകാരൊന്നും തിന്നാൻ തരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ടാണോ നീ വീട്ടിൽ നിന്ന് ഓടിപ്പോയതെന്നും അവർ നിന്നെ ഉപദ്രവിച്ചോ എന്നും ബെന്നി ചോദിക്കുന്നു. ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ പെൺകുട്ടി ഇരുന്ന് കഴിക്കുന്നു. ഇതോടെ ആഹാരം മാറ്റിവെക്കുന്ന ബെന്നി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ ആഹാരം തരാമെന്ന് പറയുന്നു. എൻ്റെ പേര് ബെന്നി എന്നാണെന്നും മോൻ്റെ പേരെന്താണെന്നും ബെന്നി ചോദിക്കുമ്പോൾ വീണ്ടും അവൾ മിണ്ടാതെ ഇരിക്കുന്നു. ഇത് നടപടിയാകില്ലെന്ന് ബെന്നി ചിന്തിക്കുമ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ടാറ്റു ശ്രദ്ധിക്കുന്നു. കയ്യിൽ 11 എന്ന് ടാറ്റു ചെയ്തേക്കുന്നത് ബെന്നി കാണുമ്പോൾ പെൺകുട്ടി കൈ മാറ്റുന്നു. അതെന്താണെന്ന് ചോദിക്കുന്ന ബെന്നിയോട് പറയില്ലെന്ന് പെൺകുട്ടി പറയുന്നു. അപ്പോൾ ഇവൾ ഊമയല്ലെന്ന് പറയുന്ന ബെന്നി ഉത്തരം പറയാതെ ഇനി ആഹാരം തരില്ലെന്ന് പറയുമ്പോൾ 11 എന്നത് എൻ്റെ പേരാണെന്ന് പെൺകുട്ടി തൊട്ട് കാണിക്കുന്നു. ഇതോടെ 11 ബെന്നി ആഹാരം കൊടുക്കുന്നു. ശേഷം ചൈൽഡ് ലൈനിലേക്ക് ഫോൺ വിളിക്കുന്ന ബെന്നി 11നെ കുറിച്ച് പറയുന്നു. ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതായിരിക്കുമെന്നൊക്കെ ബെന്നി പറയുമ്പോൾ ആഹാരം കഴിക്കുന്ന 11 കലപില ശബ്ദത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൽ ശ്രദ്ധിക്കുന്നു. ഫാനിന്റെ ശബ്ദം ഇഷ്ടപ്പെടാത്ത 11 ഫാനിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഫാൻ തനിയെ നിൽക്കുന്നു. ഇതോടെ 11 പഴയ പോലെ കഴിക്കാൻ തുടങ്ങുന്നു. ശേഷം ജിം ഹോപ്പറും സംഘവും വില്ലിനെ തിരിഞ്ഞ് ഇറങ്ങുന്നു. വിൽ പോയേക്കാവുന്ന വഴിയിലൊക്കെ തിരയുന്ന ഹോപ്പർ കാടിനുള്ളിൽ മറിഞ്ഞുകിടക്കുന്ന സൈക്കിൾ കണ്ടെത്തുന്നു. സൈക്കിളിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണോ എന്ന് സഹ ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ ഈ സൈക്കിളിൽ നിന്ന് വീണാൽ ഒരു പോറൽ പോലും പറ്റില്ലെന്ന് പറയുന്ന ഹോപ്പർ സൈക്കിൾ എടുത്ത് ചുറ്റും നോക്കുന്നു. ഇതേ സമയം നാഷണൽ ലബോറട്ടറിയിൽ ഒരു കൂട്ടം ആളുകൾ ഹോക്കിൻസ് ടൗണിലെ ഫോൺ കോൾസ് എല്ലാം ടാപ്പ് ചെയ്ത് കേൾക്കുന്നു. ലോണിയെ ജോയ്സ് വീണ്ടും ഫോൺ വിളിക്കുമ്പോൾ ലോണിയുടെ ഗേൾഫ്രണ്ട് സിന്ധ്യ ഫോൺ എടുക്കുന്നു. ലോണി ഇവിടെ ഇല്ലെന്നും പിന്നീട് വിളിക്കാനും പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. ഇതോടെ ജോയ്സിന് ദേഷ്യം കയറുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഹോപ്പർ സൈക്കിളും കൊണ്ട് വരുന്നു. കാര്യങ്ങളൊക്കെ ജോയ്സിനോടും ജൊനാഥനോടും വിശദീകരിക്കുന്ന ഹോപ്പർ വീട് പരിശോധിക്കുന്നു. സൈക്കിള് കാട്ടിൽ നിന്ന് കിട്ടിയെങ്കിൽ ഇവിടെ എന്തിനാണ് പരിശോധിക്കുന്നതെന്ന് ജൊനാഥൻ ചോദിക്കുമ്പോൾ വീടിന്റെ താക്കോലൊരെണ്ണം അവന്റെ കയ്യിലില്ലായിരുന്നോ എന്നും ചിലപ്പോൾ അവൻ വീട്ടിൽ വന്നു കാണുമെന്നും ഹോപ്പർ പറയുന്നു. പട്ടിയുടെ കുര കേട്ട് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങുന്ന ഹോപ്പർ പട്ടി വീടിനടുത്തുള്ള ഷെഡ് നോക്കി കുരയ്ക്കുന്നത് ശ്രദ്ധിക്കുന്നു. ശേഷം അവിടേക്ക് പോകുന്നു. ഷെഡിലേക്ക് കയറുന്ന ഹോപ്പർ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ മേശപ്പുറത്ത് കുറെ ബുള്ളറ്റുകൾ ചിതറിക്കിടക്കുന്നത് കാണുന്നു. കൂടാതെ അവിടെ വെച്ചിരുന്ന തോക്ക് കാണാനില്ലെന്നും മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് കെട്ടുപോകുന്നു. ഷെഡിന്റെ ഒരു മൂല ഹോപ്പർ പരിശോധിക്കുമ്പോൾ ലൈറ്റ് വീണ്ടും ഓൺ ആകുകയും മറ്റൊരു ഉദ്യോഗസ്ഥൻ ഹോപ്പറിനെ വിളിക്കുകയും ചെയ്യുന്നു. ശേഷം ഓഫീസിൽ വിളിച്ച് ഒരു തിരച്ചിൽ സംഘം ഉണ്ടാക്കാനും ഫ്ലാഷ് ലൈറ്റുകളും എടുത്തോളാനും ഹോപ്പർ പറയുന്നു. രാത്രിയിൽ മൈക്കും കുടുംബവും ആഹാരം കഴിക്കുന്നു. വില്ലിനെ കണ്ടുപിടിക്കാൻ നമുക്ക് പോകാമെന്ന് മൈക്ക് പറയുമ്പോൾ കാരൻ തടയുന്നു. ഞാനും ബാർബരയും കൂടി അവളുടെ വീട്ടിൽ പഠിക്കാൻ പോകുവാണെന്ന് നാൻസി പറയുമ്പോൾ അത് പറ്റില്ലെന്ന് കാരൻ പറയുന്നു. വില്ലിനെ കിട്ടുന്നത് വരെ ആരും എവിടെയും പോകുന്നില്ലെന്ന് കാരൻ പറയുന്നു. നാൻസിയും മൈക്കും തമ്മിൽ വഴക്കിടുമ്പോൾ നാൻസി സ്റ്റീവിനെ കാണാൻ വേണ്ടിയാണ് രാത്രി പോകുന്നതെന്ന് പറയുന്ന മൈക്ക് നാൻസിയെ ഒറ്റുന്നു. ആരാണ് സ്റ്റീവ് എന്ന് കാരനും മൈക്കിന്റെ അച്ഛനും ചോദിക്കുമ്പോൾ അത് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഇതോടെ നാൻസി പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. തൊട്ടുപുറകെ മൈക്കും പോകുന്നു. മൂത്ത മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താല്പര്യവും കാണിക്കാതിരിക്കുന്ന ഭർത്താവ് ടെഡിനോട് ഇരുന്ന് വെട്ടിവിഴുങ്ങാൻ പറഞ്ഞുകൊണ്ട് കാരൻ കുഞ്ഞു മകളായ ഹോളിയെ എടുത്തുകൊണ്ട് പോകുന്നു. രാത്രിയിൽ ഹോപ്പറും സംഘവും വില്ലിനെ തിരയുന്നു. വിൽ നല്ലൊരു സ്റ്റുഡന്റ് ആണെന്ന് ടീച്ചറായ സ്കോട്ട് ഹോപ്പറിനോട് പറയുന്നു. നിങ്ങൾ ആരാണെന്ന് ഹോപ്പർ ചോദിക്കുമ്പോൾ സയൻസ് ടീച്ചറാണെന്ന് സ്കോട്ട് പറയുന്നു. സയൻസിനോട് എനിക്ക് പണ്ടേ താല്പര്യമില്ലെന്ന് ഹോപ്പർ പറയുമ്പോൾ അത് നിങ്ങളുടെ ടീച്ചറിന്റെ കുഴപ്പമാണെന്ന് സ്കോട്ട് പറയുന്നു. എന്റെ മകൾ സാറയ്ക്ക് ഇതിലൊക്കെ വലിയ താല്പര്യമാണെന്ന് ഹോപ്പർ പറയുമ്പോൾ സാറ എത്രയിലാണ് പഠിക്കുന്നതെന്നും പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് അവളെയും ചേർക്കാമെന്ന് സ്കോട്ട് പറയുമ്പോൾ അവൾ അവളുടെ അമ്മയുടെ കൂടെ സിറ്റിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹോപ്പർ പോകുന്നു. തൊട്ടുപുറകെ വരുന്ന ഉദ്യോഗസ്ഥ ഹോപ്പറിന്റെ മകള് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണെന്ന് പറയുന്നു. പിന്നീട് ലൂക്കസിനെ വയർലെസ് ഫോണിലൂടെ വിളിക്കുന്ന മൈക്ക് വില്ലിനെ കാണാതായതിനെ കുറിച്ച് സംസാരിക്കുന്നു. മൈക്കിനോട് 10 മിനിറ്റിനുള്ളിൽ വെളിയിലേക്ക് വരാൻ പറഞ്ഞ് ലൂക്കസ് കോൾ കട്ട് ചെയ്യുന്നു. ഒരു ബാഗിൽ ടോർച്ചും സാധനങ്ങളും ഇട്ടുകൊണ്ട് മൈക്ക് സൈക്കിൾ എടുത്ത് വെളിയിൽ പോകുന്നു. പോകുന്ന വഴി നാൻസിയുടെ റൂമിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന സ്റ്റീവിനെ കാണുന്നു.
ഇവന് വേറെ പണിയൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും സൈക്കിൾ ചവിട്ടി പോകുന്നു. റൂമിലിരുന്ന് പഠിക്കുന്ന നാൻസിയുടെ ജനലിനരികിൽ സ്റ്റീവ് വരുന്നു. സ്റ്റീവിനെ കണ്ട് ഞെട്ടുന്ന നാൻസി ജനൽ തുറക്കുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നും എന്നെ വീട്ടിൽ നിന്ന് വിടില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് നാൻസി പറയുമ്പോൾ, എന്നാൽ നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വലിഞ്ഞു കയറുന്നു. ഇതേസമയം റെസ്റ്റോറന്റിൽ ബെന്നി പാത്രങ്ങൾ കഴുകുമ്പോൾ ഇലവൻ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു. ഐസ്ക്രീം നിനക്ക് ഇഷ്ടമാണല്ലേ എന്ന് ബെന്നി ചോദിക്കുമ്പോൾ ഇലവൻ ചിരിക്കുന്നു. പെട്ടെന്ന് കതകിലാരോ മുട്ടുന്നു. കതക് തുറക്കുമ്പോൾ ഒരു സ്ത്രീ ബെന്നിയോട് താൻ ചൈൽഡ് ലൈനിൽ നിന്നാണെന്നും ഇവിടുന്ന് ഒരു കോൾ വന്നായിരുന്നെന്നും പറയുന്നു. ഇത്രയും പെട്ടെന്ന് വരുമെന്ന് താൻ വിചാരിച്ചില്ലെന്ന് ബെന്നി പറയുന്നു. ശേഷം ഇലവനെ കാണിക്കാനായി ബെന്നി സ്ത്രീയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഫോണിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം വേറെ പോലെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി തിരിയുമ്പോൾ ഒറ്റവെടിക്ക് ബെന്നിയെ സ്ത്രീ കൊല്ലുന്നു. ഞെട്ടിപ്പോകുന്ന ഇലവൻ അടുക്കള വഴി ഓടിപ്പോകാൻ നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് രണ്ടുപേര് തോക്കുമായി വന്ന് തടയുന്നു. ഡോക്ടർ ബ്രണ്ണർ അവിടേക്ക് വരുമ്പോൾ ഇലവൻ അവരുടെ പവേഴ്സ് ഉപയോഗിച്ച് രണ്ടുപേരെയും കൊന്നിട്ട് ഓടിപ്പോകുന്നു. ഇതേസമയം മൈക്കും ലൂക്കസും ഡസ്റ്റിനും കൂടി വില്ലിനെ അന്വേഷിച്ച് ഒരു കാടിന് സമീപം എത്തുന്നു. ശേഷം മൂവരും പോലീസ് ബാരിയറും കടന്ന് ഉള്ളിലേക്ക് പോകുന്നു. അതേസമയം സ്റ്റീവ് നാൻസിയെ റൂമിലിരുന്ന് പഠിക്കാൻ സഹായിക്കുന്നു. വില്ലിനെ കാണാനില്ല എന്ന നോട്ടീസ് അടിക്കാനായി ജോയ്സും ജൊനാഥനും അവരുടെ ഫാമിലി ഫോട്ടോസ് തിരയുന്നു. വിഷമം കൊണ്ട് കരയുന്ന ജൊനാഥൻ, അന്ന് ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്ന് പറയുമ്പോൾ ജോയ്സ് അവനെ സമാധാനിപ്പിക്കുന്നു. ഇതൊന്നും നിന്റെ തെറ്റല്ലെന്ന് പറയുന്ന ജോയ്സ് വില്ലിനെ നമ്മൾ കണ്ടെത്തുമെന്ന് പറയുന്നു. പെട്ടെന്നൊരു ഫോൺ കോൾ വരുമ്പോൾ ജോയ്സ് ഓടിപ്പോയി കോൾ എടുക്കുന്നു. കോളിലൂടെ ഒരു ഇരപ്പ് മാത്രം കേൾക്കുന്ന ജോയ്സ് ലോണിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആരോ ശ്വസിക്കുന്നത് കേൾക്കുന്നു. ഫോണിലൂടെ കേൾക്കുന്ന ബ്രീത്തിങ് വില്ലിന്റെ ആണെന്ന് ജോയ്സിന് മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരു ജീവിയുടെ മുരൾച്ച കേൾക്കുകയും പെട്ടെന്ന് ഫോൺ അടിച്ചു പോവുകയും ചെയ്യുന്നു. ആരാണ് വിളിച്ചതെന്ന് ജൊനാഥൻ ചോദിക്കുമ്പോൾ അത് വില്ല് തന്നെയാണെന്ന് ജോയ്സ് പറയുന്നു. ഇനി അത് വേറെ വല്ലവരുമാണോ എന്ന് ജൊനാഥൻ ചോദിക്കുമ്പോൾ അത് വില്ലിന്റെ ബ്രീത്തിങ് തന്നെ ആയിരുന്നെന്ന് ജോയ്സ് പറഞ്ഞു കരയുന്നു. നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് കാട്ടിലൂടെ വില്ലിനെ അന്വേഷിച്ച് 3 കൂട്ടുകാരും നടക്കുമ്പോൾ നമുക്ക് തിരികെ പോകാമെന്ന് ഡസ്റ്റിൻ പറയുന്നു. വില്ലിന് എന്തെങ്കിലും പറ്റിയെങ്കിൽ നമ്മളും ഇപ്പോൾ അതേ സ്ഥലത്തേക്കല്ലേ പൊക്കോണ്ടിരിക്കുന്നതെന്നും കയ്യിലൊരു വടി പോലും ഇല്ലെന്നും ഡസ്റ്റിൻ പറയുന്നു. പെട്ടെന്ന് എന്തോ അനങ്ങുന്ന ശബ്ദം മൈക്ക് കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാനായി ലൈറ്റ് അങ്ങോട്ടേക്ക് അടിച്ചു നോക്കുമ്പോൾ മുന്നിൽ ഇലവൻ വന്ന് പെടുന്നു. പെട്ടെന്ന് മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നതിന്റെ ഷോക്കിൽ മൂവരും അനങ്ങാതെ നിൽക്കുന്നിടത്താണ് ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇലവൻ ആരാണെന്നും ഡോക്ടർ ബ്രണ്ണർ എന്തിനാണ് അവളെ തിരയുന്നതെന്നും വില്ലിന്റെ മിസ്സിങ്ങിന് പുറകിൽ ആരാണെന്നും നാഷണൽ ലബോറട്ടറിയിൽ എന്താണുള്ളതെന്നും ഇതെല്ലാം തമ്മിൽ എന്ത് കണക്ഷനാണെന്നും അറിയാനായി അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അൻറ്റിൽ ദെൻ ഇറ്റ്സ് മീ മാനിക് സ്ട്രീം സൈനിങ് ഓഫ്.